നമ്മളിപ്പോഴേ കൾച്ചർ ഉപ്പാപ്പാൻ്റെ അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ മക്കാമിലാണുള്ളത്. അവിടുത്തെ മക്കാമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഈ ഉപ്പാപ്പാൻ്റെ പേരെന്താണെന്നറിയോ? പേര് മഷൂറാക്കിയിട്ടില്ല. കൾച്ചർ വലിയുള്ള എന്നറിയപ്പെടുന്നത് കൾച്ചർ ഉപ്പാപ്പ പണ്ട് തൊട്ടേ ഉള്ളതാണ്. പിന്നെ നമ്മളെ ഓർമ്മയാവുന്നതിന് മുമ്പോട്ട്, അതായത് എനിക്കിപ്പോൾ 54 വയസ്സുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് തൊട്ടേ ഇവിടെ സിയാറത്തും മറ്റ് കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാതിമത ഭേദമന്യേ ആളുകൾ ശരിക്ക് വരുന്നുണ്ട്. അവരെ ആഗ്രഹങ്ങൾ അല്ലാഹു തആല മഹാൻ്റെ ഹക്ക് കൊണ്ട് സഫലീകൃതമാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും ആഗ്രഹങ്ങൾ അല്ലാഹു തആല എത്ര പെട്ടെന്ന് കബൂലിയത്ത് കൊടുക്കുന്ന എത്ര പെട്ടെന്നാണെന്ന് നമുക്കെന്നറിയില്ല. അങ്ങനെ ആഗ്രഹങ്ങൾ സാധിച്ച് അവർ വീണ്ടും മഹാൻ്റെ ഹദറത്തിൽ വന്ന് മടങ്ങി വന്നിട്ട് അവർ ആഗ്രഹം സാധിച്ചതായിട്ട് നമ്മൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അത്രത്തോളം മഹാൻ്റെ ബർക്കത്ത് ആൾക്കാർ കിട്ടുന്നുണ്ട്. എല്ലാ ജാതി മത ആളുകളൊക്കെ വരുന്നുണ്ട്. എല്ലാ ജാതിമത ഭേദം തന്നെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്, എല്ലാ ആൾക്കാരും. അതുപോലെ ക്യാൻസർ രോഗികൾ, അവരെ ആഗ്രഹങ്ങളൊക്കെ എത്രയോ പെട്ടെന്ന് അള്ളാഹുത്തെ ശിഫ മഹാൻ്റെ ഹക്ക് കൊണ്ട് ശിഫ കൊടുക്കുന്നുണ്ട്. അതുപോലെ കുട്ടികളില്ലാത്തവർ, സന്താനമില്ലാത്തവർക്ക് സന്താന ഭാഗ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പല മാറാ രോഗങ്ങൾക്ക് പല ഇപ്പം തന്നെ കോഴിക്കോട് കണ്ണൂരിൽ തന്നെ ഒരു പാർട്ടി മോക്ക് സുഖമെല്ലാം പറഞ്ഞു വന്നു. അന്ന് അവർ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യിച്ചിരുന്നു. ഈ മഹാൻ്റെ കാര്യം ആരോ പറഞ്ഞു, അദ്ദേഹം ഇവിടെ വരികയും വന്ന് സിയാറത്ത് ചെയ്ത് പോയി വന്നിട്ട് ആ കുട്ടിയുടെ രോഗം പരിപൂർണ്ണം അല്ലാഹു തആല ശിഫ കൊടുക്കുകയും ചെയ്തു. അവർ വീണ്ടും തിരിച്ച് ഈ മഹാൻ്റെ ഹദറത്തിൽ വരികയും ചെയ്തു. അവർ ഈ ആഗ്രഹം സാധിച്ചതായിട്ട് അറിയിക്കുകയും ചെയ്തു. നമ്മൾ പല ക്യാൻസർ രോഗികൾ കഴിഞ്ഞ ദിവസവും ക്യാൻസറിൻ്റെ പേഷ്യൻ്റ് വന്നിട്ട് അവർ ആഗ്രഹം ഇവിടെ വന്ന് നമ്മളടുത്ത് പറഞ്ഞു. നമ്മൾ ആകെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താ, ആകെ മന്ത്രിച്ചു കൊടുക്കുന്ന വെള്ളം മന്ത്രിച്ചു കൊടുക്കും. മക്കാമിൽ ആ ചെയ്യുന്ന മറ്റേതേ ഉള്ളു. ഉരുപ്പി വെള്ളം മനുഷ്യരും ആ വെള്ളം മന്ത്രിച്ചെടുക്കാൻ പറയും. ചിലപ്പോൾ ഒരു ചാട് മന്ത്രിച്ചു കൊടുക്കും. മറ്റു രീതിയിൽ അനാവശ്യമായ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നില്ല. ആകെ ചെയ്യുന്ന വെച്ചാൽ വെള്ളം മന്ത്രിച്ചു കൊടുക്കും, ഒരു ചാട് മന്ത്രിച്ചു കൊടുക്കും. അത് തന്നെ നമ്മൾ ചെയ്യുന്നത് മഹാന്റെ ചീരണിയൊക്കെ ഇഷ്ടംപോലെ കൊണ്ടുവരുന്നുണ്ട്. ചീരണി ഐറ്റങ്ങൾ മാസത്തിൽ ഒരു സ്ഥലത്തുണ്ട്. ആദ്യത്തെ ഞായറാഴ്ച, ഇംഗ്ലീഷ് മാസം ആദ്യത്തെ ഞായറാഴ്ച, ആ ഞായറാഴ്ച ചുരുങ്ങിയത് 500-600 ആൾക്കാരെങ്കിലും ചുരുങ്ങി ഉണ്ടാവും. പകലാണ് രാത്രിയാണ്? അത് അസറിന് ശേഷമാണ്. പകല് അല്ല, അസർ തൊട്ട് മഗ്‌രിബിന് തൊട്ട് മുമ്പ് വരെ. മഗ്‌രിബിന് തൊട്ട് മുമ്പായിട്ട് അവസാനിക്കുകയും ചെയ്തു. പോകുന്ന ആളുകൾ പോകുന്ന സൗകര്യത്തിനനുസരിച്ച്. പിന്നെ കൊല്ലത്തിലാണ് വർഷത്തിലൊരു പരിപാടി. അതായത് മാർച്ച് മാസമാണ് നമ്മൾ സാധാരണ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാർച്ച് മാസം ആദ്യത്തെ ശനി, വ്യാഴം, വെള്ളി, ശനി, ഞായർ, അങ്ങനെ 4 ദിവസത്തെ പരിപാടിയാണ്. 4 ദിവസത്തെ പരിപാടിയാണ്. ഇപ്പം 2-3 വർഷം കൊണ്ട് 4 ദിവസത്തെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ 2 ദിവസത്തെ സലാത്ത്, മതപ്രഭാഷണം, മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. സലാത്തും മതപ്രഭാഷണം, പിന്നെ റാത്തീബ്. ഇപ്പം ഞായറാഴ്ച ദിവസമാണ് അന്നദാനമുണ്ട്. അന്നദാനത്തിന് അന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളാണ്. അത് ഇപ്പോൾ സാധാരണ 10,000 പൊതിക്ക് നമ്മളിവിടെ കിട്ടുന്നുണ്ട് ആ സമയത്ത്. അപ്പം അതിൽ 20-25 കിൻഡൽ വരെ വെച്ച് കൊടുക്കുക. അതനുസരിച്ചുള്ള സാധാരണ ആടാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യപ്പെട്ട ഉസ്താദന്മാരൊക്കെ സിയാറത്തിന് വരുന്നുണ്ട്. അത് ഇഷ്ടംപോലെ ആൾക്കാർ, പുറത്തൊക്കെ ആൾക്കാർ സിയാറത്തിന് വരുന്നുണ്ട്. നമ്മളറിയുന്ന നാട്ടിൽ ഉള്ളവർക്ക് ഇതിൻ്റെ മഹാത്മ്യത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയില്ല. പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആളുകൾ ഇതിൻ്റെ ഈ മഹാത്മ്യത്തെ സംബന്ധിച്ച് അറിയുന്നത് തന്നെ. ആരെയും വന്നതായിട്ട് ഉസ്താദന്മാരെ ഓർമ്മയിലുണ്ട്? കാര്യപ്പെട്ട ഉസ്താദ്? അതെ, പല ഉസ്താദന്മാരുണ്ട്, പല തങ്ങന്മാരും വരുന്നുണ്ട്. നമുക്കറിയാവുന്ന പല തങ്ങന്മാരും വരുന്നുണ്ട്. അറിയുന്ന കാര്യപ്പെട്ട ഉസ്താദന്മാരായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ നമ്മളെ കടലുണ്ടിത്തങ്ങൾ വന്നിട്ടുണ്ട്. അതെ, അങ്ങനെ എപ്പിസോഡില്ല, മറ്റുള്ള പല ഉസ്താദന്മാരും വന്നിട്ടുണ്ട്. തങ്ങന്മാരൊക്കെ സിയാറത്ത് ചെയ്യുന്നുണ്ട്. റോഡ് സൗകര്യം ഇതൊക്കെ ഉണ്ടല്ലോ, വണ്ടി വരാൻ സൗകര്യം. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് റൂട്ട് ഇപ്പം എങ്ങനെ, നമ്മളെ കൊല്ലത്ത് നിന്ന് വരികയാണെങ്കിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് കണ്ണനല്ലൂർ, പള്ളിമൺ, നെടുമങ്കാവ്,
ഓടനവട്ടം, ആ റൂട്ടാണ് എളുപ്പവഴി. പിന്നെ കുണ്ട്ര ഇറങ്ങി വരികയാണെങ്കിൽ കുണ്ട്രയിൽ നിന്ന് നേരെ നെടുമങ്കാവ് നേരെ കൽച്ചിറ മക്കാമാണ്. പകലെപ്പോഴും വണ്ടി ഉണ്ടാവും. രാത്രിയിലേക്ക് വണ്ടി മക്കബറ അടച്ചിടും. രാത്രി മക്കബറ അടക്കും. നേരത്തെ നമ്മൾ മക്കബറ തുറന്നിടുമായിരുന്നു. നമുക്ക് ചില വിഷയങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ മക്കബറ ഇപ്പോൾ 7 മണി 8 മണിയാകുമ്പോൾ മാക്സിമം 7 8 മണിയായിരുന്നു ടൈം വെച്ചിരിക്കുന്നത്. രാവിലെ 9 മണിക്ക് 10 മണിക്ക് രാവിലെ സുബൈക്ക് വന്ന് തുറന്നിട്ട് പോകും. പിന്നെ നമ്മൾ അടയ്ക്കുന്നത് മഗ്‌രിബിന് ശേഷം അടയ്ക്കാറുണ്ട്. അല്ല, ഇന്നിപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ കുറേ ആളുകൾ ഇവിടെ ഉണ്ടാകുമ്പോൾ സിയാറത്തിന് ആൾക്കാർ വരുന്നുണ്ട്. ജാതി മതഭേദ ആൾക്കാർ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം, വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. നല്ലൊരു മഹാന്റെ ആണല്ലേ. നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. മണ്ണാർക്കട ഇവിടെ മക്കാമുണ്ട്. മക്കാമിൻ്റെ അടുത്ത് നല്ല വെള്ളച്ചാട്ടമുണ്ട്. അല്ല, അടിപൊളി വെള്ളച്ചാട്ടമുണ്ട്. അതിൻ്റെയൊക്കെ അടുത്താണ് ഇപ്പം മക്കാമുണ്ട്. മക്കാമിൻ്റെ പരിസരമൊക്കെ കാണിക്കാൻ പറ്റും. ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ മക്കാമിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു പള്ളി പോലത്തതാണ്. അതെ, അത്യാവശ്യം വന്നവർക്ക് നിസ്കരിക്കാനൊക്കെ നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. മുകളിലെ സൗകര്യമുണ്ട്. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ താൽക്കാലികമായിട്ട് അത് നിർത്തി വെച്ചേക്കുവാണ്. കാരണം അവിടെ ഇച്ചിരി പണിയുണ്ട്, പേരിൽ നിർത്തി വെച്ചേക്കുവാണ്. അവർക്ക് ഇനി സൗകര്യപ്പെടുത്താൻ ഇൻഷാ അല്ലാഹ്. സ്ത്രീകൾക്ക് അത് നമ്മൾ സൗകര്യം ചെയ്യണം. ബാത്റൂം സൗകര്യം, വണ്ടി പാർക്ക് ചെയ്യാനും അതൊക്കെ സൗകര്യമുണ്ട്. ബാത്റൂം സൗകര്യം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബാത്റൂം സൗകര്യം. പിന്നെ വെള്ള സൗകര്യമുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഒറ്റക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ആളുകളില്ലാത്ത സമയത്ത് കുട്ടികൾ വന്നിട്ട് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് പള്ളി. ഇതൊക്കെ സൗകര്യങ്ങളുണ്ട്. നല്ലൊരു മഹാൻ്റെ മക്കബറയാണത്. വെള്ളച്ചാട്ടൻ്റെ ഇവിടെ ഇതാ നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. അതിൻ്റെ അടുത്താണുള്ളത്. ഇനി എപ്പോഴും വെള്ളം ഉണ്ടാവുമല്ലോ അല്ലേ? വെള്ളം എപ്പോഴും ഉണ്ടാവും അല്ലേ? അതാണ് ഇവിടുത്തെ പ്രത്യേകത. ആൾക്ക് വന്നാൽ സിയാറത്തൊക്കെ വരുന്നവർക്ക് പാർക്ക് ചെയ്ത് വിശാലമായി പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. ഇവരുണ്ട്. നമുക്കിനിപ്പോൾ ഇവിടെ മറ്റേ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കേണ്ട ഒരു സൗകര്യം ചെയ്യണം അല്ലേ? അതെ. അപ്പോൾ അത് കാണുന്നവർ ആരെയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിച്ചാലേ അതിൻ്റെ ബർക്കത്ത് അവർക്ക് കിട്ടും. തീർച്ചയായും. അപ്പോൾ അതൊന്ന് ആരെങ്കിലും ഒന്ന് കാണുന്നവരൊക്കെ ഒന്ന് ഇതായിച്ചാൽ നമ്മൾ നമ്പർ കൊടുക്കാം, ഉസ്താദിൻ്റെ നമ്പർ കൊടുക്കാം. അപ്പോൾ ഒന്ന് ബന്ധപ്പെടുക. ഉസ്താദിനെ വിളിച്ച് വരികയാവും ഏറ്റവും നന്നാകുക അല്ലേ? എന്നെ വിളിച്ചിട്ട് വരിക. കാരണം ഞാൻ രാവിലെ സുബൈക്ക് ഒന്ന് തുറന്നിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മദ്രസയുണ്ട്, ക്ലാസ് ഉണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കാപ്പി കുടിച്ചിട്ട് നമ്പർ നമുക്ക് അടി കൊടുക്കുക. നമുക്ക് ആ നിസ്കരിക്കേണ്ട സൗകര്യത്തിന് അതൊന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യിക്കണം നമുക്ക്. പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കേണ്ട സൗകര്യം. സ്ത്രീകളൊക്കെ വരുമ്പോഴേ എല്ലാവരും പിന്നെ അല്ല ഞാൻ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഇവിടെ നിന്നൊരു ഭക്ഷണം വയ്ക്കണേ അതിനൊക്കെ സൗകര്യം. ഈ റോഡ് എവിടെ നിന്ന് വരുന്ന? ഈ റോഡ് നേരെ ഉളകോട് കൊട്ടാരക്കര ഓടനാവട്ടം വരുന്ന റോഡ്. കൊട്ടാരക്കര ഓടനാവട്ടം നെടുമങ്കാവ് റോഡ്. അടങ്ങണ്ട റോഡല്ലേ? ഇതൊക്കെ ഇവിടുത്തെ സ്ഥലമാണ്. പള്ളിയുടെ സ്ഥലങ്ങളാണ്. പള്ളി സ്ഥലങ്ങളല്ലേ? ഇവിടെ ജുമായത്തുള്ളി കുറച്ച് അപ്പുറത്തല്ലേ? ജുമായി പള്ളി കുറച്ച് 1/2 കിലോമീറ്റർ അപ്പുറത്ത്. 1/2 കിലോമീറ്റർ അപ്പുറത്തല്ലേ? അല്ല അല്ലേ? പിന്നെ ട്രസ്റ്റ് ആയി ട്രസ്റ്റ് ആയി. വൃത്തിയും ഇതൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഒന്നാമത് വെള്ള സൗകര്യം ഉണ്ടാവുകൊണ്ട് തന്നെ എല്ലാ സൗകര്യം. ഇനിയിപ്പോൾ ഈ വണ്ടിക്കാരൊക്കെ ലോങ് വരുന്നവരൊക്കെ അവർക്ക് വെള്ള സൗകര്യം, ബാത്റൂം, അതൊക്കെ അതിനൊക്കെ സൗകര്യം. കുടിക്കാനും ഇതൊക്കെ സൗകര്യം ഉണ്ട്. നോക്കാം. ബാത്റൂമുകൾ സ്ത്രീകളെ തുറന്നിട്ടേക്കത്തില്ല. അത് അടച്ചിട്ടേക്കത്തുള്ളൂ. നമ്മൾ ഞായറാഴ്ച തിങ്കളാഴ്ച ദിവസം തുറന്നിട്ട് കൊടുത്തുള്ളൂ.
ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ വന്നാൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അതിന്റെ തൊട്ട് മുന്നിൽ തന്നെ ഡയറക്റ്റ് ഇവിടെ വരുന്ന ബസ് ഉണ്ട്. അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നേരിട്ട് ഇവിടെ ഈ റോഡിൽ വന്ന് ഇവിടെ മേലെ ഞാൻ നമ്മൾ മേലെ ഇറങ്ങി അവിടെ അവിടെ അപ്പോൾ അവിടെ ഈ കാസർഗോഡ് മലപ്പുറം ഏരിയ നിന്നൊക്കെ വരുന്നതൊക്കെ ട്രെയിനാവും ഏറ്റവും നന്നാകുക, ഏറ്റവും അതാക്കാറ് സൗകര്യം ഉണ്ടാക്കുമ്പോൾ. അല്ല വളരെ കാരണം ചെന്നൈയിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, ലക്ഷദ്വീപ് ആൾക്കാർ. ഉസ്താദിന്റെ പേര് ഞാൻ? എൻ്റെ പേര് ഹംസ. അല്ല ഞാൻ സാധനം എടുത്തിട്ടില്ല. കുറേ ഉസ്താദ്മാർ ചെയ്യാതെ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ. അതെ, ഈ ദാരിം ഉസ്താദ് അല്ലേ നിങ്ങൾ പറഞ്ഞേ? നമ്മളെ പള്ളിക്ക് പറമ്പിൽ വാസ അവരൊക്കെ അവരെ മജ്ലിസ് ഉണ്ടായാലും ഇവിടെ അല്ല, അവരെ മജ്ലിസ് അല്ല, ഇത് നമ്മൾ കോഴിക്കോട് അല്ല കുമ്പളിത്തങ്ങളെ ആണെന്ന് തോന്നുന്നു. പിന്നെ صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرات شيخي الشيخ قلتر ولي الله رضي الله تعالى عنه الفاتحة. بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده حمدا كثيرا طيبا مباركا جزيلا جميلا فيه على كل حال. اللهم صل وسلم وبارك على رسولك نبيك حبيبك سيدنا ونبينا وحبيبنا وربيعنا وربيع قلوبنا وثمرتنا وثمرة فؤادنا ومعلمنا ومجتبانا ومرتضانا ومصطفانا ومنجانا قرة أعيننا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد نور الأنوار وسيد الأسرار أسرك بسعال وسرك الأسرار وطريق الأغيار مفتاح باب الأسار سيدنا وولادنا ونبينا وحبيبنا محمد صلى الله عليه وسلم. أوصل اللهم ثواب قراءتنا وبركة دعائنا واستغفارنا لمن يجتمعنا هؤنا بسببه أنت تعالى منا بنسبه واسمه وآله وتلونا القرآن العليم لأجله وبل بوابل رحمة ثراه يا رب العالمين. اللهم اغفر له وارحمه اللهم اغفر لها وارحمها اللهم اغفر لهم وارحمهم واعف عنهم وعافهم يا رب العالمين. اللهم اجعلنا من أهل الجنة اللهم لا تجعلنا من أهل النار. اللهم اجعلنا من أهل السنة والجماعة اللهم لا تجعلنا من أهل البدعة والضلالة يا رب العالمين. اللهم بارك لنا نحن في هذا الأمر بركة وسلامة وأمنا منك وهداية منك إجابة منك وعافية منك وسلامة منك يا رب العالمين. اللهم وإلى حضرات أصحابه البدريين والأحديين والحنينين والحمدقين والخيبرين والتبوقين بقية صحابة وصحابيات كل مجمعين خصوصا وإلى حضرة شيخنا الشيخ أوذ الأعظم وإلى حضرة شيخنا الشيخ أحمد الكبير الرفاعي وإلى حضرة شيخنا الشيخ خواجة معين الجسير الهند الأجمير وإلى حضرات شيخنا الشيخ كلتشر ولي الله هذا خاصة
اللهم اشهد شرفا لا شرفهم وعزا لا عزهم وجودا لا جودهم ومددا لا مددهم وكرامة لا كراماتهم وعلى درجاتهم يا رب العالمين. اللهم ارفع درجة في هذا الولي يا رب العالمين. اللهم ربنا تقبل منا صلاتنا ودعاءنا واستغفارنا يا رب العالمين. اللهم ربنا تقبل منا دعاء الحاجات. ربنا اغفر وارحمهم كما ربونا وربياني صغيرا. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب